നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഒഴിവാക്കാനാകാത്ത രണ്ട് വാക്കുകളാണ് ബിക്കസ്, സോ എന്നിവ. എന്നാൽ എവിടെയാണ് ഇവ രണ്ടും ശരിക്കും പറയുക? അല്ലെങ്കിൽ എന്താണ് ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ്? ഇതാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു റീസൺ പറയാനാണ് സാധാരണ നമ്മൾ ബിക്കസ് ഉപയോഗിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, ഒരു റീസൺ പറയാനാണ് സാധാരണ നമ്മൾ ബിക്കസ് ഉപയോഗിക്കുന്നത്. മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പോയില്ല കാരണം എനിക്ക് പനിയായിരുന്നു. ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പോയില്ല കാരണം എനിക്ക് പനിയായിരുന്നു. ഇത് പറയാത്ത ആരും തന്നെ കാണില്ല അല്ലേ? ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ഡിഡ്ന്റ് ഗോ ടു ക്ലാസ് യെസ്റ്റർഡേ ബിക്കോസ് ഐ ഹാഡ് ഫീവർ. ഇവിടെ നോക്കിയേ, ഇന്നലെ ക്ലാസ്സിൽ പോകാത്തതിൻ്റെ കാരണം പറയാനാണ് ഇവിടെ ഞാൻ ബിക്കസ് ഉപയോഗിച്ചത്. ഒരു എക്സാമ്പിൾ കൂടി പറയാം. അവൾക്കൊരു ഗിഫ്റ്റ് കിട്ടി കാരണം അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് പറയും? ഷി ഗോട്ട് എ ഗിഫ്റ്റ് ബിക്കോസ് ഇറ്റ് വാസ് ഹെർ ബർത്ത്ഡേ. ഷി ഗോട്ട് എ ഗിഫ്റ്റ് ബിക്കോസ് ഇറ്റ് വാസ് ഹെർ ബർത്ത്ഡേ. ഇനി സോ, ഒരു കാര്യത്തിൻ്റെ റിസൾട്ട് പറയാനാണ് സാധാരണ നമ്മൾ സോ ഉപയോഗിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, ഒരു കാര്യത്തിൻ്റെ റിസൾട്ട് പറയാനാണ് സാധാരണ നമ്മൾ സോ ഉപയോഗിക്കുന്നത്. സാധനങ്ങൾക്കെല്ലാം ഭയങ്കര വില കൂടുതലായതിനാൽ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. സാധനങ്ങൾക്കെല്ലാം ഭയങ്കര വില കൂടുതലായതിനാൽ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഇതിനെ ഇംഗ്ലീഷിലേക്ക് പറയുമ്പോൾ എവറിത്തിങ് വാസ് ടെറിബ്ലി ഓവർ പ്രൈസ് സോ വി ബോട്ട് നത്തിങ്. എവറിത്തിങ് വാസ് ടെറിബ്ലി ഓവർ പ്രൈസ് സോ വി ബോട്ട് നത്തിങ്. ഇവിടെ വില കൂടുതലായതിനാൽ ഒന്നും വാങ്ങിയില്ല എന്ന് പറയുമ്പോൾ ഒരു കോസ് പിന്നെ അതിൻ്റെ ഒരു റിസൾട്ട് പറയാനായിട്ടാണ് സോ ഉപയോഗിച്ചത്. ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഞാൻ വൈകി ഉണർന്നതിനാൽ ജോലിക്ക് പോകാൻ തിരക്ക് കൂട്ടേണ്ടി വന്നു. ഞാൻ വൈകി ഉണർന്നതിനാൽ ജോലിക്ക് പോകാൻ തിരക്ക് കൂട്ടേണ്ടി വന്നു. ഇതിന് നമ്മൾ ഇംഗ്ലീഷിലേക്ക് പറയുമ്പോൾ ഐ വോക്ക് അപ്പ് ലേറ്റ് സോ ഐ ഹാഡ് ടു റഷ് ടു ഗെറ്റ് റെഡി ഫോർ വർക്ക്. I woke up late, so I had to rush to get ready for work. അപ്പോൾ ഇവിടെയും നേരം വൈകി, അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് പറയാനായിട്ടാണ് സോ ഉപയോഗിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് നമ്മൾ ഡെയിലി പറയുന്ന രണ്ട് വാക്കുകളായ ബിക്കസ്, സോ എന്നിവ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. ബിക്കസ് സാധാരണ ഒരു റീസൺ പറയാനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു റിസൾട്ട് പറയാൻ, ഒരു കാര്യത്തിൻ്റെ റിസൾട്ട് പറയാനായിട്ടാണ് നമ്മൾ സോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി സംസാരിക്കുമ്പോൾ ഇവ തമ്മിൽ മാറിപ്പോകരുത്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.